ബീഹാറിൽ ഓടുന്ന ആംബുലൻസിൽ യുവതിയെ പീഡിപ്പിച്ചു. ഹോംഗാർഡ് റിക്രൂട്ട്മെന്റിനെത്തിയ യുവതിയാണ് പീഡനത്തിനിരയായത്. സംഭവത്തിൽ ആംബുലൻസ് ഡ്രൈവർ, ജീവനക്കാർ എന്നിവർ അറസ്റ്റിലായി. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. അജീഷ്, ഒരു ജോലിക്ക് എത്തിയ പാവമാണ് പീഡിപ്പിക്കപ്പെട്ടത്. വിവരങ്ങൾ. സുഹേലേ, കഴിഞ്ഞ 24-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് ബീഹാറിലെ ബോധ്ഗയയിൽ വെച്ചായിരുന്നു ഈ ഹോംഗാർഡിന്റെ ഒരു കായിക പരീക്ഷ നടന്നിരുന്നത്. അതിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു യുവതി. ഈ കായിക പരീക്ഷയ്ക്കിടയിൽ ഈ യുവതിക്ക് ബോധക്ഷയം ഉണ്ടാവുകയും അവിടെ ബോധം കെട്ട് വീഴുകയും ചെയ്തു. ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ആംബുലൻസിൽ യുവതിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പോലീസിന്റെ അടക്കം സാന്നിധ്യം ഉണ്ടായിരുന്നു ആ ഭാഗത്ത്. അപ്പോൾ ഈ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിലാണ് യുവതിക്ക് പീഡനം ഏൽക്കേണ്ടി വന്നത്. അതിനുശേഷം പിറ്റേ ദിവസം, അതായത് ഇന്നലെയാണ് യുവതി പോലീസിൽ പരാതി കൊടുത്തത്. ബോധ്ഗയ പോലീസിലാണ് പരാതി കൊടുത്തത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു പ്രാഥമിക അന്വേഷണം നടത്തി. ഈ ആംബുലൻസിലെ അടക്കം ദൃശ്യങ്ങൾ പരിശോധിച്ച് ഫോറൻസിക് പരിശോധന നടത്തി. യുവതിയുടെയും മെഡിക്കൽ പരിശോധന നടത്തി. അതിനുശേഷമാണ് രണ്ടുപേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വിനയ് കുമാർ, അജിത് കുമാർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്ന് ഡ്രൈവറാണ്, മറ്റൊരാൾ ഇതിന്റെ ടെക്നീഷ്യനാണ്. ഈ രണ്ടുപേരെയും പോലീസ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവം ബീഹാറിൽ വീണ്ടും ഒരു രാഷ്ട്രീയ ആയുധം കൂടിയാക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷം. കാരണം അവിടുത്തെ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് പ്രധാനമന്ത്രി അടക്കം ടാഗ് ചെയ്തുകൊണ്ട് ഈ സംഭവങ്ങളെ അപലപിച്ചുകൊണ്ട് ഒരു പോസ്റ്റൊക്കെ ഇട്ടിരുന്നു. കാരണം ബീഹാറിൽ ഈ അടുത്തിടെ ഒരുപാട് കൊലപാതക കേസുകൾ സംഭവിച്ചിരുന്നു. മാത്രമല്ല സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങളും കൂടി വരികയാണെന്നാണ് ഈ പോസ്റ്റിൽ പ്രധാനമായും പറയുന്നത്. സ്ത്രീകൾക്ക് അവരുടെ അന്തസ്സ് ഉയർത്തിപ്പിടിച്ച് അവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നും മുഖ്യമന്ത്രി ഇതിന് മറുപടി നൽകണമെന്നുമാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തുടർച്ചയായി ഗുണ്ടാ കൊലപാതകങ്ങളടക്കം നടന്നുകൊണ്ടിരിക്കെ ബീഹാറിൽ എല്ലാ വിഷയവും വലിയ രാഷ്ട്രീയ ചർച്ചാ വിഷയം കൂടി ആവുകയാണ്. ഈ വിഷയം അത്തരത്തിൽ രാഷ്ട്രീയമായി തന്നെ ഈ ചർച്ചയായി കഴിഞ്ഞു എന്നാണ് അജീഷ് കുമാർ റിപ്പോർട്ട് ചെയ്യുന്നത്.